നമസ്കാരം. പതിരും കതിരും. ശ്ലോകം ചൊല്ലലും അർത്ഥം പറയലുമായി നടക്കുന്ന സ്വാമി പിണറായി ദീക്ഷിതർ അറിഞ്ഞായിരുന്നോ ആവോ? കോപ്പരസ്ഥം ഗളം പിമ്പേ എന്ന് വെച്ചാൽ ഉള്ളം കയ്യിലിരിക്കുന്ന പായസം കമിഴ്ത്തി പുറം കയ്യിലിരിക്കുന്ന ഒരു തുള്ളി നക്കുന്ന അവസ്ഥയിലായി പാർട്ടി. കരസ്ഥ പായസം ത്യക്ത എന്ന് വെച്ചാൽ കയ്യിലിരിക്കുന്നതെല്ലാം പോകുന്നു എന്നർത്ഥം. പിണറായി വിജയൻ ഉള്ളം കയ്യിലിരിക്കുന്ന പായസമാകുന്ന പാർട്ടിയെ കാണാതെ പുറം കയ്യിൽ ഒലിച്ചിറങ്ങുന്ന തുള്ളികൾ നക്കാനുള്ള ശ്രമം മഹാ അബദ്ധത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പാർട്ടിയോട് സലാം പറയുന്നവരുടെ എണ്ണം നിത്യേന പെരുകുകയാണ്. പിണറായി വിജയൻ്റെ നവോത്ഥാന രോമഹർഷം കേട്ട് പൂജാരിമാരെ ജട്ടിയിടിക്കാൻ നടന്ന പുള്ളിയാണ് ജി സുധാകരൻ അവർകൾ. പാർട്ടി പതാക പുതച്ചു കിടക്കാനുള്ള യോഗം പോലുമില്ലാതെ അനാഥനായിരിക്കുന്നു അദ്ദേഹം. ആ പാവം വി എസിനോട് അന്ന് ചില്ലറ ചൊറിച്ചിലായിരുന്നില്ല. തരം കിട്ടുമ്പോഴൊക്കെ മുള്ളും മുനയും വെച്ച് എന്തെല്ലാം പറഞ്ഞു. ആരും പാർട്ടിയേക്കാൾ വലുതല്ല എന്നായിരുന്നു അന്നത്തെ സുധാകരോപദേശം. പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയെ പുകഴ്ത്താത്ത ദിവസങ്ങളും കുറവായിരുന്നു. പ്രായമായാൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൊള്ളണമെന്നാണ് പാർട്ടി സുധാകരന് ഇപ്പോൾ നൽകിയിരിക്കുന്ന താക്കീത്. 43 വർഷം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സുധാകരനെ ബ്രാഞ്ച് കമ്മിറ്റിയിലെ പിൻബെഞ്ചിൽ കൊണ്ടിരുത്തി പാഠം പഠിപ്പിച്ചു പാർട്ടി. ഇന്നലെ കുരുത്ത പിള്ളേര് പോലും ചോദിക്കുന്നില്ല കവിക്ക് സുഖമാണോ, പുതിയ കവിത വല്ലതുമായോ എന്ന്. ഒറ്റ മനുഷ്യരും ക്ഷേമാന്വേഷണം നടത്താതെയായി. രക്തസാക്ഷികൾക്ക് അഭിവാദ്യമർപ്പിക്കാനുള്ള അവസരം പോലും നിഷേധിച്ചു കളഞ്ഞു. ഒടുവിലിതാ ഗോവിന്ദൻ്റെ ഒരുമാതിരി ആക്കിയ ആ ചിരിയുണ്ടല്ലോ, അത് സഹിക്കാനാകാതെ ദുഃഖം കനീഭവിച്ച മനസ്സോടെ പിണറായിയോട് സലാം പറയുകയാണ് ജി സുധാകരൻ. വെടലച്ചിരി, കൊലച്ചിരി, പൊട്ടിച്ചിരി, ആക്കിച്ചിരി എന്നിത്യാദി ചിരികളുടെയെല്ലാം രസതന്ത്രം അറിയാവുന്ന പുള്ളിയാണ് ഈ ഗോവിന്ദൻ. മാപ്രകൾ ചോദിച്ചപ്പോൾ ആക്കിച്ചിരിച്ചുകൊണ്ട് ഗോവിന്ദൻ പറഞ്ഞു, ഓ സുധാകരനൊന്നും ഇവിടെ ഒരു പരിഗണനയുമില്ലെന്നേ. ആ ചിരിയാണ് സുധാകരനെ തകർത്ത് കളഞ്ഞത്. സഹിക്കാൻ വയ്യാത്ത അവഗണന. ഗോവിന്ദനിൽ നിന്നും മൊണാലിസയുടെ ചിരി പ്രതീക്ഷിച്ച സുധാകരനെ പറഞ്ഞാൽ മതിയല്ലോ. ചിരിപ്പിച്ച് കൊല്ലുക എന്നും ചിരിച്ച് ചാവുക എന്നും കേട്ടിട്ടുണ്ട്. ചിരിപ്പിച്ചൊരു പ്രസ്ഥാനത്തെ കൊല്ലുന്ന ഒരു സെക്രട്ടറിയെ പറ്റി ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, ഒന്ന് ചോദിക്കട്ടെ, പിണറായി വിജയനെ പോലെ ഓടിച്ചാടി നടക്കാൻ കഴിയുന്ന പ്രായമാണോ സുധാകരന്? രാമായണവും വായിച്ച് കവിതയും എഴുതി വീട്ടിലിരുന്നാൽ പോരെ? ലോകത്തിന് മുഴുവൻ വെളിച്ചം പകർന്ന ശൈലജയ്ക്ക് ചോദിച്ച സീറ്റ് കിട്ടിയില്ല. പൂമരൻ ഇലയും കായും കൊഴിഞ്ഞ് വീട്ടിലിരിക്കുന്നു. കൊമ്പത്തിരിക്കുന്ന ഷംസീറിനും സീറ്റില്ല, സുരേഷ് കുറുപ്പിനില്ല. ലോകോത്തര പുരസ്കാരങ്ങൾ വാങ്ങി നാടിൻ്റെ കീർത്തി ലോകത്തിൻ്റെ ഭൂപടത്തിൽ എഴുതി ചേർത്ത ആര്യ രാജേന്ദ്രനും സീറ്റില്ല. എന്നാൽ ഗോവിന്ദൻ്റെ പത്നി PK ശ്യാമളയ്ക്ക് ഭർത്താവ് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇനി പാർട്ടിയുടെ മുഖം കൂടുതൽ തിളങ്ങും. ഒരുത്തനെ കാലപുരിക്ക് അയക്കാൻ ഒരു ഫയൽ എടുത്ത് ഒന്നുകൂടി അഴിച്ചു കെട്ടുകയേ ചെയ്തുള്ളൂ. ആലോചിച്ച് നോക്കൂ സഖാക്കളെ, പിണറായി വിജയൻ മരുമകനോടുള്ള അതേ കരുതലല്ലേ ഗോവിന്ദന് ഭാര്യയോടും ഉള്ളത്. മരുമകൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, സീറ്റുണ്ട്, പിന്നെയും മന്ത്രിയാകാൻ നടക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയുണ്ടോ ഇങ്ങനത്തെ അനന്തരാവകാശികളെ വാഴിക്കൽ? പണ്ട് നായനാരുടെ മകന് മത്സരിക്കാൻ സീറ്റ് വേണമെന്ന് പറഞ്ഞതിന് പിണറായി വിജയൻ പുച്ഛിച്ചു വിട്ട കഥ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ കുടുംബയോഗമാണ് ഇപ്പോൾ പാർട്ടിയുടെ ഐശ്വര്യം. പാർട്ടി ആനയാണെങ്കിൽ ആനയുടെ മസ്തകമായിട്ടാണ് കണ്ണൂർ ഘടകം പ്രവർത്തിക്കുന്നത്. ആ ആന ഇപ്പോൾ എരണ്ടക്കെട്ടുമായി നിൽക്കുകയാണ്. കുടുംബ ഭദ്രതാ സിദ്ധാന്തമാണ് കണ്ണൂർ ഘടകത്തിൻ്റെ ആപ്തവാക്യം. പുതുവർഷം പിറന്നതിൽ പിന്നെ എത്രയെത്ര സഖാക്കളാണ് പാർട്ടിക്ക് പുറത്തു പോയത്. VS അച്യുതാനന്ദൻ്റെ നിഴലുപോലെ നടന്ന ഒരു പാർട്ടി ബന്ധു ഇപ്പോഴിതാ കോൺഗ്രസ്സിലെത്തിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ആരോഗ്യത്തോടെ ജീവിച്ച PK ശശി പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. ഐഷ പോറ്റി കോൺഗ്രസ്സിലെത്തി. S രാജേന്ദ്രൻ BJPയിൽ പോയി. ഗ്ലൂക്കോസ് BJP ആയി. ഹസ്കർ RSP ആയി. ഈ ശശിയുടെ പിന്നാലെയാണ് തീവ്രത അളക്കുന്ന കോലുമായി ശ്രീമതിയും ബാലനും പോയത്. തീവ്രത കുറഞ്ഞത് എന്ന് അവർ തന്നെ റിപ്പോർട്ട് എഴുതിയതിനാൽ ആ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ശശിക്ക് കോൺഗ്രസ് ഒരു സീറ്റ് കൊടുത്തേക്കും. കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം ഇപ്പോഴുമുള്ള പുള്ളിയാണ് അദ്ദേഹം. ഇനി ജി സുധാകരനെയും UDFൻ്റെ സ്വതന്ത്രനാക്കി മത്സരിപ്പിക്കാനുള്ള നാണം കെട്ട പുറപ്പാടിലാണ് ഈ കോൺഗ്രസ്സുകാർ. എങ്കിൽ പിന്നെ ആ KV തോമസിന് ഒരു തവണ കൂടി വിളിച്ച സീറ്റ് കൊടുക്കണം. ഞാൻ എന്നും കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ ഇറങ്ങിയിട്ടുണ്ട് അച്ചായൻ. അന്നേ പിണറായി എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾ കോൺഗ്രസ്സായിട്ട് തന്നെ എന്നെ സേവിച്ചാൽ മതിയെന്ന്. കാണുന്ന വയ്യാവേലികളെ എല്ലാം തോളത്ത് വെച്ച് ചുമ്മാനാണോ കോൺഗ്രസിൻ്റെ നീക്കം? ഐഷ പോറ്റി കാരണമാണ് അഖിൽ മാരാർ BJP ആയത്. സുധാകരൻ്റെ വരവോടെ ആലപ്പുഴയിൽ ഏതൊക്കെ ചെറുപ്പക്കാർ അപ്പുറം ചാടുമെന്ന് ആരറിഞ്ഞു? PK ശ്യാമളയുടെ പക കൊണ്ട് ഒരുത്തൻ പ്രാണത്യാഗം ചെയ്തു. ഗോവിന്ദൻ്റെ ഒരൊറ്റ ആക്കിച്ചിരി കൊണ്ട് ജി സുധാകരൻ
63 വർഷത്തെ പാർട്ടി ബന്ധം അവസാനിപ്പിച്ചു. ഗോവിന്ദനും ഭാര്യയും കൂടി ഒന്നിച്ചു നിന്നാൽ സംസ്ഥാനത്ത് വലിയ മാറ്റങ്ങളുണ്ടാകും. ദയവായി പിണറായി ഒന്ന് പറയണം, ഗോവിന്ദൻ മേലിൽ ചിരിക്കരുതെന്ന്. ഇപ്പോൾ തന്നെ ആവശ്യക്കാർക്കെല്ലാം സീറ്റ് കൊടുക്കാൻ കോൺഗ്രസിൻ്റെ കയ്യിൽ ഇല്ല. സത്യത്തിൽ എന്തിനാണ് ഈ സുധാകരൻ ഇത്ര സങ്കടം? 43 കൊല്ലം സംസ്ഥാന കമ്മിറ്റിയിലിരുന്ന് വിപ്ലവം നയിച്ചതാണ്. ഇപ്പോൾ വയസ്സ് 75ആയി. നടക്കുമ്പോൾ തട്ടി വീഴുന്ന പ്രായമാണ്. ഇടയ്ക്ക് കാലുമൊടിഞ്ഞു.